പാഴ്സികൾ, സിഖുകാർ തുടങ്ങിയ വിഭാഗങ്ങളെപ്പോലെ ഇന്ത്യയിലെ മറ്റൊരു വിഭാഗമാണ് ഹിന്ദുക്കൾ. അതിൻ്റെ മാനദണ്ഡം രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ അന്ന് വലിയ തർക്കമുണ്ടായതാണ്. കാരണം ആരാണ് ഹിന്ദു എന്ന് ഖണ്ഡിതമായി പറയുക ഒട്ടും എളുപ്പമായിരുന്നില്ല. ഏത് പാരമ്പര്യത്തിൽ, ഏത് വിശ്വാസത്തിൽ, ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലാണ് നിങ്ങൾ ഹിന്ദു ആവുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത്രയും വൈവിധ്യങ്ങളുണ്ട്. നാരായണ ഗുരു അതുകൊണ്ടാണ് ഒരിക്കൽ CV കുഞ്ഞിരാമനുമായുള്ള സംഭാഷണത്തിൽ പറയുന്നത്, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് ഗുരു പറയുന്നത് വലിയ ചരിത്രപരമായൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതായാലും 19-ാം നൂറ്റാണ്ടിലെ സെൻസസ് റിപ്പോർട്ടുകളോടെ ഹിന്ദു എന്നതൊരു മതപരമായ രാഷ്ട്രീയ സംജ്ഞ കൂടിയായിട്ട് മാറിത്തീരുകയും അത് വ്യവഹാരത്തിൽ പുതിയൊരു മണ്ഡലത്തിലേക്ക് കയറുകയും ചെയ്തു. 12-ാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യയുടെ സ്ഥിതി എന്താണ്? വൈദിക ബ്രാഹ്മണ മതം, അതാണ് പിന്നീട് ഹിന്ദുമതത്തിൻ്റെ പരിവേഷം ആർജിച്ചു വന്നത്. ഇന്ന് ഹിന്ദുക്കളെന്ന് വിളിക്കുന്ന എല്ലാവരുടെയും ഭൂതകാലവും പാരമ്പര്യവും വൈദിക